എന്താ സംഭവിച്ചത്? ഞാൻ എല്ലാം പറഞ്ഞ് ഫിക്സ് ചെയ്തതാ. അവസാന നിമിഷം എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ആ വീടിന്റെ ഉടമസ്ഥൻ നിങ്ങളുടെ കൂട്ടുകാരനല്ലേ? അതെ, അറിയാം. ആ, എന്നിട്ട് അയാൾക്കും ഇത് നിങ്ങളെക്കാൾ സ്വാധീനം ഗിരിക്കാണല്ലോ. അവസാന നിമിഷം വേറെ ആർക്കേലും വീട് വിൽക്കാൻ അയാളെ കൊണ്ട് സമ്മതിപ്പിക്കണമെങ്കിൽ ഗിരിക്ക് അയാളുടെ മീതെ അത്രയ്ക്ക് സ്വാധീനമുണ്ട്. അവന്റെ കുടുംബക്കാർക്ക് നാട്ടിൽ എന്തൊക്കെ ആവശ്യമുണ്ടെങ്കിലും അതൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഗിരിയ. അവൻ കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്യുകയും ചെയ്യും. ചെറുക്കനെ കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യാം. ഇന്നത്തെ കാലത്ത് ഇങ്ങനൊരാളെ കിട്ടൂ. ഞാൻ തന്നെയാ അവരെ രണ്ടുപേരെയും പരിചയപ്പെടുത്തി കൊടുത്തത്. എന്നിട്ടിപ്പോ ഗോപാൽജി ചിത്രത്തിൽ നിന്ന് പുറത്തായി അല്ലേ? അവര് ഗിരിയോട് എന്നേക്കാൾ കൂടുതൽ അടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നമ്മൾ അഡ്വാൻസ് കൊടുത്തോട്ട് ഇങ്ങനെ ചെയ്യാൻ അയാൾക്ക് എങ്ങനെ സാധിച്ചു? അത് തെറ്റല്ലേ? നമുക്ക് കേസ് കൊടുത്തൂടെ? അഡ്വാൻസ് കൊടുത്ത കാശ് അയാൾ തിരിച്ച് അക്കൗണ്ടിലിട്ടു. പിന്നെ കേസിന്റെ കാര്യം പറഞ്ഞ് ആരെ പേടിപ്പിക്കുന്നേ? മുകുന്ദം വക്കീലല്ലേ, അവനതൊക്കെ പുഷ്പം പോലെ ഡീൽ ചെയ്യും. ആ വീട് നമ്മുടെ കൈവിട്ടു പോയി. ഇനി അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടും. ഞാൻ കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി നിങ്ങളുടെ കയ്യിലോട്ട് തന്നതല്ലേ? അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പോലും ഗോപാൽജിയെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് കാര്യം? ഇത്തവണ ഒന്ന് അടിപതറിയത് കരുതി നിങ്ങളിങ്ങനെ ടെൻഷനാവരുത്. ഇട്ട പ്ലാൻ വർക്കൗട്ട് ആവാതെ വരുമ്പോ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ തുടങ്ങിയാലേ എനിക്ക് അതിന് മാത്രമേ സമയം കാണൂ. നിങ്ങൾക്ക് എപ്പോഴും ഗിരിയുടെ മുമ്പിൽ തോറ്റ് തൊപ്പിയിട്ട ശീലം. അതുകൊണ്ടാ തോൽവികളല്ല എത്ര ലാഘവത്തോടെ എടുക്കാൻ പറ്റുന്നത്. ഇതൊന്നും ഗിരിയെ നേരിട്ട് ബാധിക്കുന്ന വിഷയമല്ലല്ലോ. എനിക്ക് ശത്രുതയുള്ളത് മഞ്ജുവിനോടും ഗിരിയോടുമാണ്. നീ ലക്ഷ്യം വെക്കുന്നത് മുകുന്ദനെയും മഹിമയും. ശരിക്കും പറഞ്ഞ ഞാൻ നിങ്ങളെ സഹായിക്കേണ്ട ഒരു കാര്യമില്ല. എന്നിട്ടും ഞാനിതിനൊക്കെ കൂട്ടു നിൽക്കുന്നത് നിങ്ങളെക്കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാ. ഇങ്ങനെ ബഹുമാനമില്ലാതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച നിങ്ങളെ ഞാനങ്ങ് കൈയൊഴിയും. അയ്യോ സാറേ, അത്ര കടന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഫലമൊന്നും കാണാതെ വന്നപ്പോ ഉണ്ടായ വിഷമത്തിൽ പറഞ്ഞു പോയതാ. അത്തേക്കെന്താ, ഒന്നും പറയാനില്ലേ?